ലോ കിലോമീറ്റർ ആണ് ഓടിയത്. ഡീസലിൽ നല്ല മൈലേജ് ഉണ്ടോ? ഒരു 18 റേഞ്ച് മൈലേജ് ഉണ്ടോ? വലിയ മെയിൻ്റനൻസും വരില്ല. എന്താ മെയിനായിട്ട് മാറ്റം വരുന്നത്? സ്ക്രീനിലാണോ? സ്ക്രീനിൽ ഇതിപ്പോൾ നോർമൽ സ്ക്രീൻ ആയിരിക്കും. അതിൽ വരുമ്പോൾ നാവിഗേഷനും കാര്യങ്ങളും എല്ലാം വരും. ഓക്കെ ഓക്കെ. ഓട്ടോ എത്ര പോയി? 26,000 കിലോമീറ്റർ. എല്ലാം പക്കയാണ്. ഓക്കെ. നമ്മൾ ഇന്ന് ഈ വണ്ടി ഒരു വീഡിയോന്റെ ഭാഗമായിട്ട് ഒരു ഓഫർ പ്രൈസിൽ കൊടുക്കാൻ വെച്ചതാണ്. എത്ര കൊടുക്കാം? എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ വീണ്ടും കണ്ണൂരേക്ക് എത്തിയിരിക്കുകയാണ്. കണ്ണൂർ ജില്ലയിൽ നമ്മൾ കുറച്ച് ഗ്യാപ്പ് വന്നു. ഇപ്പോൾ കണ്ണൂർ നമ്മൾ പുതിയൊരു ഷോറൂം നമ്മൾ ചെയ്യാൻ പോവാണ്. നമ്മൾ ഇതുവരെ ചെയ്യാത്തൊരു ഷോറൂമാണ്. ഓട്ടോ ട്രസ്റ്റ് എന്നാണ് ഷോറൂമിൻ്റെ പേര്, ഓട്ടോ ട്രസ്റ്റ്. ലൊക്കേഷൻ വരുന്നത് കണ്ണൂർ ജില്ലയിൽ പള്ളിക്കുന്നാണ്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ നമുക്ക് ചോദിച്ചറിയാം. എല്ലാ സെഗ്മെൻറ്റ് വാഹനങ്ങളും നമ്മളിന്ന് കാണിക്കുന്നുണ്ട്. അതിൽ തന്നെ എന്താ പറയുക, ഒരു 4 ലക്ഷത്തിന് മുകളിലായിട്ട് വരുന്ന സെഗ്മെൻറ്റ് വാഹനങ്ങളാണ് കൂടുതലുള്ളത്. അപ്പോൾ ബാക്കി ഡീറ്റെയിൽ നമുക്ക് ചോദിച്ചറിയാൻ സ്വാഗതം ചെയ്യാം. വന്നോളൂ. സ്വാഗതം. എന്താ പേരെന്താ? റാഷിദ്. ഓക്കെ, വെൽക്കം. സുഖല്ലേ? ഓക്കെ. അപ്പോൾ മൊത്തത്തിൽ എങ്ങനെ കച്ചവടം എങ്ങനെ പോകുന്നു കണ്ണൂർ ഭാഗത്തൊക്കെ? കുഴപ്പമില്ല, ഒരു ചെറിയൊരു മന്ദഗതി ഉണ്ട്, എന്നാലും കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. ഓക്കെ. നമ്മൾ ആദ്യമായിട്ടാണ് ഈ ഷോറൂം പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങളെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കും പ്രേക്ഷകർക്ക്. എങ്ങനെ വണ്ടി എടുത്താൽ നിങ്ങളെന്ത് വാറണ്ടിയോ കാര്യങ്ങളോ? വാറണ്ടി അല്ല, നമ്മൾ പൊതുവെ എടുക്കുന്ന എല്ലാ വണ്ടികളും മാക്സിമം ഷോറൂം സർവീസ് ഉള്ള വണ്ടികൾ എടുക്കും. അതിൽ ഒന്ന് ഫസ്റ്റ് ഓണർ, സെക്കൻഡ് ഓണർ ഈ കാറ്റഗറി എടുക്കും. തേർഡ് ഓണർ മുതൽ അങ്ങോട്ട് എടുക്കില്ല. ഓക്കെ. പിന്നെ എല്ലാ വണ്ടികളും അതായത് ഷോറൂമിൽ നിന്ന് സർവീസ് കാര്യങ്ങളൊക്കെ ഹിസ്റ്ററി എടുത്തതിന് ശേഷം മാത്രമേ എടുക്കും. ഓക്കെ. റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ കൂടുതൽ ഇല്ലാത്തത് എടുക്കുന്നുള്ളൂ. അത് ബൈ ചാൻസ് എന്തെങ്കിലും ഒരു ഡോറോ കാര്യങ്ങളോ റീപ്ലേസ്മെന്റ് ഉണ്ടെങ്കിൽ അത് കസ്റ്റമർ അടുത്ത് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ കൊടുക്കുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. ഇത് കറക്റ്റ് ലൊക്കേഷൻ പള്ളിക്കുന്ന് ഹൈവേ സൈഡിലാണല്ലേ? കാസർഗോഡ് ഇവിടെ നമ്മുടെ ശ്രീപുരം സ്കൂള് നിയറസ്റ്റ് ശ്രീപുരം സ്കൂൾ എന്നാ പറയാം. അപ്പോൾ അത് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും അല്ലേ? ഓക്കെ. ലൊക്കേഷൻ ഇട്ടാൽ കറക്റ്റ് കിട്ടും. കറക്റ്റ്. ഓക്കെ. ഓട്ടോ ട്രസ്റ്റ് ലൊക്കേഷൻ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ബാക്കി ഡീറ്റെയിൽ വീഡിയോയിൽ കാണാം. ഹൈവേ സൈഡിൽ തന്നെയാണ്. കുറച്ച് സൗണ്ടിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. വാഹനങ്ങളൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ വീഡിയോ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ അതേപോലെ തന്നെ ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള കോൺടാക്ട് ഡീറ്റെയിൽ നമ്മൾ വീഡിയോയിലായിട്ട് കോർണർ ഡിസ്ക്രിപ്ഷനിൽ രണ്ടിലും കൊടുക്കുന്നുണ്ട്. ഓട്ടോ ട്രസ്റ്റിൻ്റെ നമ്പർ. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഏത് വണ്ടി വേണമെങ്കിൽ ആ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. ബാക്കി ഡീറ്റെയിൽ വീഡിയോയിൽ കാണാം. നമുക്കൊരു നിസാൻ ടെറാനോയിൽ തുടങ്ങാം. KL 13 കണ്ണൂർ രജിസ്ട്രേഷൻ വരുന്ന ടെറാനോ. എങ്ങനെയാണ് കാര്യങ്ങൾ? ഇത് 2014 മോഡൽ, സിംഗിൾ ഓണർ, 71,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. കമ്പനി സർവീസ്, സിംഗിൾ ഓണർ വണ്ടിയാണ്. ഏതാ? 85 ബേസിൽ. പിന്നെ XC ബേസ് മോഡൽ, പക്ഷേ 4 ഡോർ പവർ വിൻഡോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അല്ലേ? ഓക്കെ. ലോ കിലോമീറ്റർ ആണ് ഓടിയത്. ഡീസലിൽ നല്ല മൈലേജ് ഉണ്ടോ? ഒരു 18 റേഞ്ച് മൈലേജ് ഉണ്ടോ? വലിയ മെയിൻ്റനൻസും വരില്ല. പക്ഷേ ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സാറിന് ഇതൊക്കെ കാണാൻ വെച്ചാൽ ഒരു 1 ലാഖിൻ്റെ മുകളിലൊക്കെയാണ് നമ്മൾ അധികം കാണാറുള്ളത് ഈ ഒരു ഇതുള്ളത്. അപ്പോൾ ആ ഒരു കിലോമീറ്റർ കുറഞ്ഞ സിംഗിൾ ഓണർഷിപ്പ് വാഹനം നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ അത് 85 ഒരു ടെറാനോ ലഭ്യമാണ്. എത്ര കൊടുക്കാത്? ഒരു 480 നമ്മൾ പ്രൈസ് വരുന്നത്. 4,80,000. നമുക്ക് നെഗോഷ്യബിൾ ചെയ്തിട്ട് കസ്റ്റമർ നോക്കി നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ. 480 ചോദ്യമാണ്. അതായത് യൂസ്ഡ് കാറിൽ എന്ന് പറയുമ്പോൾ നമ്മൾ കിലോമീറ്ററും ഓണർഷിപ്പും എല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഒരു മാറ്റങ്ങൾ ഉണ്ടാവും. പിന്നെ ഓരോ സ്ഥലത്തുള്ള മാർക്കറ്റിലും വ്യത്യാസം ഉണ്ടാവും. ഓരോ ജില്ലകളിലും ഓരോ മാർക്കറ്റ് വ്യത്യാസം. അതെ. ഇത് വെറും 70,000 മാത്രമേ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വാഹനമാണ്. കമ്പനി സർവീസ് എല്ലാം ഉണ്ട്. പ്രോപ്പർ സർവീസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ നല്ല മൈലേജ് ഉള്ളൊരു കോമ്പാക്ട് SUV വേണമെന്നുണ്ടെങ്കിൽ കൊണ്ടുപോകാം. അടുത്ത വണ്ടിയിലേക്ക് പോകാം. വീണ്ടും ഒരു ഡീസൽ കാർ തന്നെയാണ്. ഒരു ഡീസൽ പോളോ ആണ്. KL 56 കോഴിക്കോട് ജില്ലയിൽ കൊയിലാണ്ടി രജിസ്ട്രേഷൻ വരുന്ന 1.5 ലിറ്റർ ഡീസൽ പോളോ. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2014 മോഡൽ, 15 ഡെലിവറി, ഹൈലൈൻ, ഏറ്റവും ടോപ്പ് ആൻഡ് വണ്ടിയാണ്. ഓക്കെ. 83,000 കിലോമീറ്റർ, 62,000 കിലോമീറ്റർ വരെ കമ്പനിയിൽ സർവീസ് ചെയ്തിട്ടുണ്ട്. പുറമേ നിന്നാണ് ചെയ്തത്. വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല. ഇഞ്ചക്ടറോ സൗണ്ടോ അങ്ങനത്തെ ഓടുന്നത് വരെ പെർഫെക്ഷൻ ആണ്. ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ. 83,000 കിലോമീറ്റർ ഓടിയ 2014 മോഡൽ, 15 രജിസ്ട്രേഷൻ വരുന്ന ഡീസൽ 1.5 ലിറ്റർ ഹൈലൈൻ പോളോ. അത്യാവശ്യം മൈലേജ് ഉണ്ടാവും. 18-20 റേഞ്ചൊക്കെ ഏകദേശം മൈലേജ് കിട്ടും. നല്ല പവർ ഉണ്ടാവും വണ്ടിക്ക്. അപ്പോൾ ഇതിനിപ്പോൾ എത്ര ചോദ്യത്തിന് ഒരു 5.4 റേഞ്ചിൽ കൊടുക്കാൻ പറ്റും. 5,25,000 ചോദ്യമാണ് അല്ലേ? ഓക്കെ. 1 ലാഖിൻ്റെ അണ്ടറിൽ ഓടിയ വാഹനമാണ്.
ലോൺ ഇപ്പം നമ്മൾ പറഞ്ഞ വണ്ടികൾ എല്ലാ വണ്ടികൾക്കും ലോൺ പാസ്സാവും. ഒരു 80% 90% പാസ്സാവും. പക്ഷെ അത് സിവിലോ കാര്യങ്ങളോ ഒന്നും ഇഷ്യൂസ് ഇല്ലാത്ത ആൾക്കാർക്ക് അവരെ ട്രാക്കും കാര്യങ്ങളൊക്കെ നോക്കി മാക്സിമം കിട്ടും. ചെറിയ ചെറിയ ഇഷ്യൂസ് ഉള്ളവർക്ക് അതിനനുസരിച്ച് കുറഞ്ഞു. സെലേറിയോ ആണ് അടുത്ത വാഹനം. KL 59 ഇവിടെ തന്നെ കണ്ണൂർ തളിപ്പറമ്പ് രജിസ്ട്രേഷൻ വരുന്നൊരു സെലേറിയോ. ഇത് ഓട്ടോമാറ്റിക്കോ മാനുവലോ? ഓട്ടോമാറ്റിക് ആണ്. മോഡൽ 2015 മോഡൽ, 16 ഡെലിവറി. ഓക്കെ, 15-16, 63,000 കിലോമീറ്റർ, സിംഗിൾ ഓണർ. ഓക്കെ, നല്ല കുഴപ്പമില്ലാത്ത നല്ല വണ്ടിയാണ്. 63,000 മാത്രമേ ഓടിയിട്ടുള്ളൂ. MT ഗിയർ ബോക്സ് വരുന്ന ഒരു ഓട്ടോമാറ്റിക് സെഗ്മെന്റ് വാഹനമാണ്. വലിയ എന്താ പറയുക, കൂടുതൽ ഓട്ടം പോയിട്ടില്ല, ഏവറേജ് ഓട്ടം പോയിട്ടുണ്ട്. ക്ലെയിമോ കാര്യങ്ങളൊന്നുമില്ല അല്ലേ? ഇല്ല, ഒന്നുമില്ല. ഓക്കെ. ഇതിപ്പോൾ എത്രയാണ് ആസ്കിങ്? എത്രയാണ് ആസ്കിങ് പ്രൈസ്? 3,90,000. 3,90,000 ഈ ഒരു വണ്ടിക്ക് ചോദിക്കുന്നത് അല്ലേ? 2015 മോഡൽ, 16 രജിസ്ട്രേഷൻ വരുന്ന വാഹനം അല്ല? ഓക്കെ, 3,90,000 ഓട്ടോമാറ്റിക് സെലേറിയോ നിങ്ങൾക്ക് സ്വന്തമാക്കാം. പറയുന്ന വിലയൊന്നും ഫൈനലല്ല, അല്ല, നമുക്കത് നെഗോഷ്യബിൾ ചെയ്തിട്ട് കൊടുക്കാൻ പറ്റും, ചെയ്യാൻ പറ്റും. ഫിനാൻസും മാക്സിമം കിട്ടും. ഓക്കെ, ഇതിൻ്റെ മൈലേജ് ഒരു 15-17 റേഞ്ച് എവറേജ് ഒരു മൈലേജ് പ്രതീക്ഷിക്കാം. ഓക്കെ, അടുത്ത ടൊയോട്ട ഗ്ലാൻസ് ആണ്. ഇതും കണ്ണൂർ വണ്ടി തന്നെയാണ്. KL 86 പയ്യന്നൂർ രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ്. ഒരു വൈറ്റ് ഗ്ലാൻസ്. ഏതാ കാര്യങ്ങളൊക്കെ? ഇത് 2021 മോഡൽ, സിംഗിൾ ഓണർ, 52 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 52,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഏതാ ഓപ്ഷൻ? ഇത് ജി ആണ്. ഫസ്റ്റ് വേരിയന്റ് ആണ്. ജിയും വി ആണ് വരുന്നത്. പക്ഷേ ഇതിൽ തന്നെ എല്ലാം വരുന്നത്. എന്താ മെയിൻ ആയിട്ട് മാറ്റം വരുന്നത്? സ്ക്രീനിലാണോ? സ്ക്രീനിൽ ഇതിപ്പോ നോർമൽ സ്ക്രീൻ ആയിരിക്കും. അതിൽ വരുമ്പോൾ നാവിഗേഷനും കാര്യങ്ങളും എല്ലാം വരും. ഓക്കെ, ആ ഒരു മാറ്റം വരുന്നുള്ളൂ. ബാക്കി എല്ലാം വരുന്ന വാഹനമാണ്. 21 എന്ന് പറയുമ്പോൾ കമ്പനി വാറണ്ടി ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാവുമോ? കമ്പനി വാറണ്ടി ഏകദേശം 24 കഴിയും. വാറണ്ടി വരുന്നത്. ഓക്കെ, അത്രയേ ഉള്ളൂ. ടൊയോട്ട എഞ്ചിൻ ഒന്നും പറയാനില്ല ആ കാര്യത്തിൽ. ക്ലെയിമോ കാര്യങ്ങളൊന്നുമില്ല. മാക്സിമം ഫിനാൻസ് പാസ്സാവും. മോഡൽ കൂടിയ വണ്ടികളല്ലേ. ഓക്കെ, ഇതിപ്പോൾ എത്ര ചോദ്യം? എത്രയാണ്? 7,80,000. 80,000 രൂപയ്ക്ക് 2021 ഗ്ലാൻസ. ഇത് ചോദ്യമാണ്. നിങ്ങൾക്ക് സ്വന്തമാക്കാം 7,80,000. അതിൽ ഇപ്പോൾ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ? എല്ലാം ഉണ്ടല്ലോ. ഓക്കെ, സർവീസ് ഹിസ്റ്ററി എല്ലാം ഉണ്ട്. ഓക്കെ, ലോണും മാക്സിമം നൽകാം. ഓക്കെ, ടാറ്റ ടിയാഗോ KL 59 രജിസ്ട്രേഷൻ വാഹനമാണ്. കണ്ണൂർ തളിപ്പറമ്പ് രജിസ്ട്രേഷൻ വരുന്ന ഒരു ടിയാഗോ ആണ്. ഇവിടെ എന്ന് വെച്ചാൽ എന്താ, മേലിൽ ചൂടടിക്കാണ്ടിരിക്കാൻ പച്ച തുണി വിരിച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോയിൽ ആ ഒരു ടോൺ കറക്റ്റ് കയറി വരും. ഒരു ക്ലാരിറ്റി കുറവ് എന്തായാലും തോന്നുന്നു. ക്ഷമ ചോദിക്കുന്നു. എങ്ങനെ ഡീറ്റെയിൽ ഇത്? 2020-21 മോഡൽ, XZ പ്ലസ് ഫുൾ ഓപ്ഷൻ, ഏറ്റവും ടോപ്പ് എൻഡ് മോഡൽ, 23,000 കിലോമീറ്റർ, സിംഗിൾ ഓണർ. 23,000 ഓടി, 2021 മോഡൽ വാഹനമാണ്. ടിയാഗോ ആണ്. മാനുവൽ. ഏകദേശം മൈലേജ് 17 റേഞ്ചൊക്കെ ഏകദേശം മൈലേജ് കണക്കാക്കാൻ പറ്റും. 15 to 17 മൈലേജ് കിട്ടുന്ന 3 സിലിണ്ടർ എഞ്ചിനാണ് വരിക. എത്രയ്ക്ക്? ഒരു 5,00,000 റേഞ്ചിൽ കൊടുക്കാൻ പറ്റും. 5,50,000 ചോദ്യമാണ്. ഫൈനൽ എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും അല്ലേ? ഓക്കെ, ലോൺ മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ, 20 മോഡൽ, 21 XZ പ്ലസ് ടിയാഗോ. സ്വിഫ്റ്റ് ആണ്. KL 13 കണ്ണൂർ രജിസ്ട്രേഷൻ. ഒരു റെഡ് സ്വിഫ്റ്റ്. ഇപ്പോൾ ഇറങ്ങുന്നതിന് തൊട്ട് മുന്നത്തെ ഷേപ്പാണ്. എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത്? ഇത് 2019 മോഡൽ VXI ഓട്ടോമാറ്റിക്. മിഡിൽ ഓപ്ഷൻ ഓട്ടോമാറ്റിക് വാഹനമാണ്. MT ഗിയർ ബോക്സ് തന്നെ വരിക. 2019 ഓട്ടോ എത്ര പോയി? 26,000 കിലോമീറ്റർ. 26,000 എല്ലാം പക്കയാണ്. സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വാഹനം. VXI ആണ്. AC പവർ സ്റ്റിയറിംഗ്, 4 വിൻഡോ, സെൻട്രൽ ലോക്ക്, സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ വരുന്ന വാഹനമാണ്. ക്ലെയിം ഒന്നുമില്ല അല്ലേ? ക്ലെയിൻ വാഹനം. ലോ കിലോമീറ്റർ. 26,000 19. എത്ര കൊടുക്കുക ഇത്? നമുക്കൊരു 6,80,000 ആ റേഞ്ചിലൊക്കെ കൊടുക്കാം. 6,80,000. ഓട്ടോമാറ്റിക്കാ? ഓട്ടോമാറ്റിക്. ഓട്ടോമാറ്റിക് സ്വിഫ്റ്റ് ആണ്. MT സെലറിനെ കൊണ്ടൊക്കെ പറഞ്ഞ പോലെ തന്നെ ഏകദേശം ഒരു 17-18 റേഞ്ച് മൈലേജ് ഏകദേശം കിട്ടുന്നൊരു വാഹനമാണ്. ഓക്കെ, ലോണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്വിഫ്റ്റ് മാരുതിൻ്റെ വണ്ടികൾക്കൊക്കെ മാക്സിമം ചെയ്യാൻ പറ്റും. അടുത്തത് ഒരു പ്രീമിയം ഹാച്ച് ബാക്ക് വാഹനമാണ്. ഹ്യുണ്ടായ് i20 KL 13 കണ്ണൂർ രജിസ്ട്രേഷൻ വരുന്ന i20 ആണ്. എലൈറ്റ് ഷേപ്പ് അല്ലേ? എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2016 മോഡൽ, 74,000 കിലോമീറ്റർ, സ്പോർട്സ് പെട്രോൾ വണ്ടി. 74,000 പെട്രോൾ വാഹനമാണ്. സ്പോർട്സ് ആണ് ഓപ്ഷൻ വരുന്നത്. ഫുള്ളിൻ്റെ താഴെ വരുന്ന ഓപ്ഷനാണ്. മിഡിലായിട്ട് വരുന്ന ഓപ്ഷൻ. അലോയ്സും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ളൂ. ബാക്ക് വൈപ്പർ ഉണ്ടാവില്ല. ബാക്കി എല്ലാ ഫീച്ചേഴ്സും വരുന്ന വാഹനം. കമ്പനി സർവീസ്, സിംഗിൾ ഓണർ. പെട്രോളാണ്. മൈലേജ് ഒരു 12, ഒരു 13-14 ആ റേഞ്ച് മൈലേജ് കണ്ടാൽ മതി. പിന്നെ CNG ആണെങ്കിൽ അത് ചെയ്യാൻ പറ്റും അല്ലേ? അങ്ങനെ ഒരു വണ്ടിയാണ്. എത്ര ഇപ്പോൾ ചോദ്യം? ഒരു 5-10 റേഞ്ചിലൊക്കെ കൊടുക്കാം. 5-10. ഓക്കെ, വില നമുക്ക് എന്തായാലും അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ലോണ് ഒരു 4,00,000 കിട്ടും. ഒരു 4,15-4,5 റേഞ്ചിൽ ചാൻസ് ഉണ്ട്. ഓക്കെ, അത്രേ ഉള്ളൂ. ഇതിപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ലാസ്റ്റ് ഷേപ്പ് ബലേനോ ആണ്. ഇത് KL 13 വണ്ടിയാണ്. കണ്ണൂർ വണ്ടിയാണ് കൂടുതൽ. എങ്ങനെയാണ് ഡീറ്റെയിൽ?
ഇത് 2022 മോഡൽ ബലേനോ ആൽഫ, ഏറ്റവും ടോപ്പ് എൻഡ് വേരിയന്റ് ആണ്. ന്യൂ ഷേപ്പ് വണ്ടിയാണ്. അതെ, ഇത് 8200 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 22 മോഡലിൽ വെറും 8200 മാത്രമേ ഓടിയിട്ടുള്ളൂ. വാറണ്ടി കഴിഞ്ഞോ? 2027 വരെ വാറണ്ടി നിലവിലുണ്ട്, എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് അല്ലേ? അണ്ടർ വാറണ്ടി ഉള്ള വാഹനമാണ്, കമ്പനി വാറണ്ടി തന്നെ. വളരെ ലോ കിലോമീറ്റർ ഓടിയ ഒരു പെട്രോൾ ആൽഫ ടോപ്പ് എൻഡ് ബലേനോ നിങ്ങൾക്കിവിടെ സ്വന്തമാക്കാം. മൈലേജും അത്യാവശ്യം കിട്ടും. ഒരു 14-16 റേഞ്ചൊക്കെ മൈലേജ് ഉണ്ടാവില്ല. ഇനി അത്യാവശ്യം മൈലേജ് കമ്പനി പറയുന്നൊരു വാഹനമാണ്. ഓക്കെ, ഇതിപ്പോൾ എത്രയാണ് നിങ്ങളുടെ ചോദ്യം? എത്രയാണ്? നമുക്കൊരു 890 ആ പ്രൈസിൽ കൊടുക്കാൻ പറ്റും. 890 2022 8500 കിലോമീറ്റർ ഓടിയ ആൽഫ ബലേനോ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ലോണും എല്ലാം മാക്സിമം കിട്ടും. ഓക്കെ, ഹ്യുണ്ടായ് ക്രെറ്റയാണ് അടുത്തത്. ഒരു കോമ്പാക്ട് SUV വാഹനം തന്നെ. KL 62 റാന്തി രജിസ്ട്രേഷൻ അല്ലേ? കാസർഗോഡ് ഇല്ല. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2016 മോഡൽ 78,000 കിലോമീറ്റർ ഓടിയ വണ്ടി. സെക്കൻഡ് ഓണറിലുള്ളത്. പെട്രോള് ബേസ് മോഡൽ 16 മോഡൽ ബേസ് ആണ്. ഈ വേരിയൻ്റ് ആണ്. പെട്രോളിൽ വരുന്ന ക്രെറ്റയാണ്. ഏകദേശം ഒരു 11-13 റേഞ്ച് മൈലേജ് ആയിരിക്കും അല്ലേ? ഇതിന് അഡീഷണൽ ആയിട്ട് എക്സ്ട്രാ ഫിറ്റിംഗ്സിൽ 17 ഇഞ്ച് കമ്പനിയിൽ തന്നെ അലോയ് വീൽ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇന്ന് ഈ വണ്ടി ഒരു വീഡിയോന്റെ ഭാഗമായിട്ട് ഒരു ഓഫർ പ്രൈസിൽ കൊടുക്കാൻ വെച്ചതാണ്. എത്ര കൊടുക്കാം? നമുക്കൊരു 595 പ്രൈസ് വെച്ച് കൊടുക്കാൻ പറ്റും. ഓക്കെ, 5,95,000 രൂപയ്ക്ക് ഒരു ക്രെറ്റ നിങ്ങൾക്ക് കൊണ്ടുപോകാം. 2016 മോഡൽ ക്രെറ്റ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും. പെട്രോൾ വണ്ടിയാണ്. ഓക്കെ, ലോണൊക്കെ മാക്സിമം കിട്ടും. കയറും. ഓൾറെഡി പ്രൈസ് കുറവാണ്, അതുകൊണ്ട് എന്തായാലും മാക്സിമം ലോൺ കിട്ടും. ബലേനോടെ അടുത്ത വാഹനം KL 14 രജിസ്ട്രേഷൻ ആണ്. കാസർഗോഡ് വണ്ടി. ഇപ്പം ഇറങ്ങുന്ന ഷേപ്പിന്റെ തൊട്ട് മുന്നത്തെ ഷേപ്പാണ്. എങ്ങനെ കാര്യങ്ങൾ? ഇത് 2021 മോഡല് ബലേനോ ജീക്ക 44,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഫുള്ളിന്റെ തൊട്ട് താഴെ വരുന്നതാണ് 21 മോഡല്. സിംഗിൾ ഓണർ 44,000 കിലോമീറ്റർ. കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം പ്രോപ്പറാണ്. പണിയൊന്നുമില്ലല്ലോ? ഒന്നുമില്ല. ഒരു ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അഡീഷണൽ ആയിട്ട് നമ്മൾ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ബാക്കി ഒരുവിധം കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ ഉണ്ട്. ഒന്നും ചെയ്യാനുള്ള സീറ്റയിൽ തന്നെ ഒരുമാതിരി എല്ലാ ഫീച്ചേഴ്സും ഒരു സ്ക്രീനിൽ വരുന്ന മാറ്റം എന്തോ ഉള്ളൂ. അത്ര മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ ഫീച്ചേഴ്സും വരുന്ന വാഹനമാണ്. അലോയ്സിന്റെ പ്രശ്നം എല്ലാം വരുന്നുണ്ട്. എത്ര കൊടുക്കാതെ? നമുക്കൊരു 7,80,000 ആ റേഞ്ചിൽ കൊടുക്കാൻ പറ്റും. 2021 സീറ്റ 750 അല്ല 780 7,80,000 രൂപയ്ക്ക് ഈ ഒരു വാഹനം സ്വന്തമാക്കാം. ലോൺ മാക്സിമം കയറുമല്ലോ? മാക്സിമം. ടാറ്റ നെക്സോൺ ഒരു 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് ഉള്ള ഒരു കോമ്പാക്ട് SUV ആണ്. ഇപ്പം ഇറങ്ങുന്ന ഷേപ്പിന്റെ തൊട്ട് മുന്നത്തെ ഷേപ്പാണ് അല്ലേ? എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2022 മോഡൽ എക്സെറ്റ് പ്ലസ് ഏറ്റവും ടോപ്പ് എൻഡ് വേരിയന്റ്. ഓക്കെ, 25,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ എക്സ്റ്റൻഡ് വാറണ്ടി അവൈലബിൾ ആണ് വണ്ടിക്ക്. അണ്ടർ വാറണ്ടി ഉള്ള വാഹനമാണ്. 22 മോഡലിൽ 25,000 കിലോമീറ്റർ ഓടിയത്. അതായത് 2 വർഷം കൊണ്ടാണ് നോർമൽ ഓട്ടേ പോയിട്ടുള്ളൂ. പെട്രോൾ വേരിയൻ്റ് ആണ്. ഏറ്റവും ടോപ്പ് എൻഡ്. മൈലേജ് ഒരു 11-15 റേഞ്ച് ഏകദേശം മൈലേജ് കിട്ടും. ഓക്കെ, വേറെ ക്ലെയിമോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. അണ്ടർ വാറണ്ടി ആണെങ്കിൽ തന്നെ ഒന്നും പറയാനില്ല. സർവീസ് ഒക്കെ പ്രോപ്പർ ആയിരിക്കും. ഓക്കെ, എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? ഇതിന് 860. സിംഗിൾ ഓണർ വണ്ടിയാണ്. 860. 8,60,000 2022-25,000 കിലോമീറ്റർ ഓടിയ എക്സെറ്റ് പ്ലസ് ഏറ്റവും ടോപ്പ് എൻഡ് മാനുവൽ നെക്സോണ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഒരു 7.5-7.25 ലോൺ കിട്ടും. ഇത് മാക്സിമം ചിലപ്പോൾ ഫുൾ ലോൺ തന്നെ പാസ്സാവും. കാരണം മാർക്കറ്റിൽ വെച്ചിട്ട് ചാൻസ് ഉണ്ടല്ലോ. കുറവാണ് പ്രൈസ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അത്രയും കുറച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അതേ ഉള്ളൂ. അടുത്ത വണ്ടിയിലേക്ക്. സ്വിഫ്റ്റാണ് KL 18 രജിസ്ട്രേഷൻ. അതായത് കോഴിക്കോട് ജില്ലയിൽ വടകര രജിസ്ട്രേഷൻ വരുന്ന, അതായത് ഇപ്പം ഇറങ്ങുന്ന ഷേപ്പിന്റെ തൊട്ട് മുന്നുള്ള ഷേപ്പ് അല്ലേ? ഓക്കെ, എങ്ങനെയാണ് കാര്യങ്ങൾ? ഇത് 2019 VXi 51,000 കിലോമീറ്റർ. മിഡിൽ ഓപ്ഷൻ പെട്രോൾ വാഹനമാണ്. 51,000 ഓടിയിട്ടുണ്ട്. 18 നോർമൽ ഓട്ടം പോയിട്ടുണ്ട്. ഓക്കെ, ക്ലെയിം ഒന്നുമില്ലല്ലോ? ഇല്ല, ഒന്നുമില്ല. ഓക്കെ, ബാക്കി നമുക്കൊരു 590 ആ പ്രൈസിൽ കൊടുക്കാൻ പറ്റും. 18 VXi അല്ല? 19 VXi. സോറി, 19 VXi 5,90,000 ചോദ്യം. നെഗോഷ്യബിൾ ആണ്. വിലയെല്ലാം നോക്കിയിട്ട് എന്തായാലും ചെയ്ത് തരും അല്ലേ? അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ, അത്രേ ഉള്ളൂ. ലോൺ ഒരു 90% കിട്ടും. ചാൻസിൻ്റെ അടുത്ത വണ്ടിയിലേക്ക്. ഇന്നത്തെ അവസാനത്തെ വാഹനവും ഒരു കണ്ണൂർ ജില്ലയിലെ പെടുന്ന വാഹനമാണ്. KL 78 ഇരിട്ടി രജിസ്ട്രേഷൻ വരുന്ന ഒരു സെലേറിയോ ആണ്. ZXi അല്ലേ? ഫുൾ ഓപ്ഷൻ വണ്ടി. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2018-19 സിംഗിൾ ഓണർ. ഓക്കെ, 54,000 കിലോമീറ്റർ ഓടിയ വണ്ടി. സിംഗിൾ ഓപ്ഷൻ. ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. മാനുവൽ. ഓക്കെ, ഒന്നുമില്ല. ബുദ്ധിമുട്ടൊന്നുമില്ല. പ്രൈസിങ് എങ്ങനെയാ? 460. 4,60,000 രൂപയ്ക്ക് 2018 മോഡൽ 19 ഡെലിവറി രജിസ്ട്രേഷൻ. നമ്മൾ കണ്ട കൂടുതൽ വണ്ടികളും മോഡലും രജിസ്ട്രേഷൻ വേറെ വേറെയാണ് ഇന്നത്തെ കൂടുതൽ. ഓക്കെ, ചില വണ്ടികൾ അങ്ങനെയാണ് വരുന്നത്. എന്തായാലും 19 രജിസ്ട്രേഷൻ തൊട്ടിട്ടാണ് വണ്ടിയുടെ ബാക്കിയുള്ള 15 വർഷത്തേക്കുള്ള ടാക്സ് കാര്യങ്ങളൊക്കെ കണക്കാക്കുന്നത്. അപ്പോൾ ഇതിൽ മാക്സിമം ലോൺ വരും.
ആ മാക്സിമം ലോൺ 90% ഒക്കെ കിട്ടാൻ ചാൻസ് ഉണ്ടല്ലോ. ഓക്കെ, വേറെ പണികളൊന്നുമില്ലല്ലോ? ഇല്ല ഒന്നുമില്ല. അത് കസ്റ്റമർക്ക് വന്ന കമ്പനി കൊണ്ടുപോയിട്ട് വല്ല പുറമെ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്തെടുക്കാം. എന്താ പറയുക, മാനുവൽ സാലറി ആണ്. ഒരു 17-18 റേഞ്ചൊക്കെ ആവറേജ് ഒരു മൈലേജ് കിട്ടാൻ ചാൻസ് ഉള്ള വാഹനമാണ്. ഓക്കെ, അത്രയേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് ഓട്ടോ ടെസ്റ്റിൽ നിങ്ങൾക്ക് ഇന്ന് കണ്ട വാഹനങ്ങൾ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് നമ്പർ നമ്മൾ വീഡിയോയിൽ ഇതാ ഈ റൈറ്റ് ഓഫ് കോർണറിലും അതേപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. ലൊക്കേഷൻ ഒരിക്കൽ കൂടി പറഞ്ഞുതരാം. കണ്ണൂർ ജില്ലയിൽ പള്ളിക്കുന്ന്, കണ്ണൂർ കാസർഗോഡ് റൂട്ടില്ല, പള്ളിക്കുന്നാണ് ലൊക്കേഷൻ വരുന്നത്. ആ കയറ്റത്തിൻ്റെ സെൻട്രലായിട്ട് തന്നെ ഏകദേശം കറക്റ്റ് ലൊക്കേഷൻ ഹൈവേ സൈഡ് തന്നെയാണ്. ബാക്കി നിങ്ങൾ ആ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് മാക്സിമം ഷെയർസ് കൊടുക്കുക, ലൈക്ക് തന്ന് സപ്പോർട്ട് തരിക. അതേപോലെ തന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തല്ലോ, അതിൻ്റെ കാരണം കൂടെ കമൻറ്റിൽ മെൻഷൻ ചെയ്യാൻ വിട്ടുപോകരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. എല്ലാവർക്കും നന്ദി, ബൈ.